ഇതാ രണ്ടാമത്തെ ദയനീയപ്പെടൽ. ഇത്തവണ പെട്ടത് സാക്ഷാൽ ബെഡാ കോക്കറോച്ച് അഭിജിത്ത് ദീപ്കെ തന്നെ. അയാൾക്ക് ഊരാനും വയ്യ ഇരിക്കാനും വയ്യാത്ത നിലയിലായി നമ്മുടെ നിരാഹാരവീരൻ ചുങ്കണ്ണനും ഭാര്യയും. അവസാനം കാലുമാറി. പപ്പുജിയും ആസാദി ഗുണ്ടുകളെയും കൂട്ടി സമരം ഹൈജാക്ക് ചെയ്തതോടെ ചുങ്കണ്ണനെ ഡോവലിന്റെ ആളുകൾ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ദേശീയ സുരക്ഷാ ആക്ട് പ്രകാരം NSA കോടതിയിൽ ഹാജരാക്കാതെ 12 മാസം വരെ തടങ്കലിൽ വയ്ക്കാനുള്ള പവർ ദില്ലി പോലീസിന് വീണ്ടും കിട്ടി. ഇത് പണ്ട് ഇന്ദിരാഗാന്ധി 1980 ഇറക്കിയതാണ്. അതിനാൽ പപ്പു ഇതിന്റെ പേരിൽ കരയുകയുമില്ല. കാനഡയിൽ ഇരുന്ന് വന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യയെ 16 കഷ്ണങ്ങളാക്കിയാൽ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പരസ്യമായി പറഞ്ഞതും വിദേശത്തു നിന്നും ഓൺലൈൻ പണം ഭക്ഷണ വിതരണത്തിനും ചാനലുകൾക്കും എത്തിക്കാൻ സോറോസുമായി പണി തുടങ്ങിയതും ചുങ്കണ്ണനെ ഏജൻസികൾ അറിയിച്ചു കഴിഞ്ഞു. അഭിജിത്ത് ഇന്നോ നാളെയോ ഒളിവിൽ പോകാനാണ് സാധ്യത. മോദിയുടെ വീട് വളയാനുള്ള പദ്ധതി പൊളിഞ്ഞതിൽ പപ്പുജിയെ നിഗൂഢ ഓപ്പറേറ്റർമാർ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മുപ്പരി കയറ്റാൻ പോയവരുൾപ്പെടെ തീഹാറിലുണ്ടതിനും 10 ലക്ഷം വരുന്ന അഘോരി അഖാഡ സായുധ അഭ്യാസികളായ സാധു പോരാളികൾ വേണ്ടി വന്നാൽ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുമെന്ന് പറയാൻ തുടങ്ങിയത് ഞാനൂറുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ കണ്ട് ഇന്നലെ മുതൽ മോദിജി മഹാത്മാഗാന്ധിക്ക് പഠിക്കുന്നത് അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ച ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇന്നലെ തീവ്രവാദികൾ അഴിഞ്ഞാടിയ കേരള ഹൗസിന് മുന്നിൽ റോഡിൽ നിന്ന് സമ്പൂർണ്ണ നിയന്ത്രണം നമ്മുടെ മിടുക്കരായ സായുധ CRPF ഏറ്റെടുത്തു കഴിഞ്ഞു. കലാപത്തിന് വെടിമരുന്നിടാൻ കേരളത്തിലെ ചില ചാനലുകൾക്കുൾപ്പെടെ പണം ഒഴുകിയെന്നറിയുന്നു. ചില സെലിബ്രിറ്റികളെയും വലിയ തുകയ്ക്ക് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. സ്വതന്ത്ര യൂട്യൂബർമാരെ പണം അഡ്വാൻസ് കൊടുത്ത് ഡൽഹിയിൽ എത്തിച്ചിരിക്കുന്നതായി വിവരമുണ്ട്. അതിൽ മലയാളികളുമുണ്ട്. പ്രധാനമന്ത്രിയുടെ വീട് ആക്രമിക്കാൻ പദ്ധതിയിട്ടതോടെ കളി മാറി. ദില്ലി പോലീസിന് സ്പോട്ട് റെക്കോർഡിംഗ് ഉള്ള മെറ്റാ നിരീക്ഷണ ക്ലാസ് നൽകി കഴിഞ്ഞു. ഓരോ തീവ്രവാദികളുടെ ചലനങ്ങളും ഒപ്പിയെടുക്കുകയാണ്. ഡോവൽ സാബ് കാര്യങ്ങൾ അവസാനം വരുതിലാക്കി കഴിഞ്ഞു. ഇതിനിടെ ഇന്ത്യ സഖ്യം പപ്പുജിയുടെ നീക്കങ്ങളിൽ തമ്മിലടി തുടങ്ങി. 30 ദിവസം മുന്നോട്ട് കൊണ്ടുപോയ പാറ്റ സമരത്തെ തീവ്രവാദികളെ അണിനിരത്തി ചളകുളമാക്കിയതിൽ യുവാക്കൾ അതൃപ്തരാണ്. കുട്ടികളെ വീട്ടിൽ തിരികെ എത്തിക്കാൻ രക്ഷിതാക്കൾ ദില്ലിയിലേക്ക് പായുകയാണ്. കുട്ടികൾ തീവ്രവാദികളുടെ കയ്യിലെ പാവകളാവുകയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഓഗസ്റ്റ് 15 തങ്ങളുടെ ടാർഗറ്റ് എന്ന് കാനഡയിലെ ഖാലിസ്ഥാനി നേതാവ് പ്രഖ്യാപിച്ചതോടെ പാറ്റ നേതാവ് വീട്ടിലായി. സമരലക്ഷ്യം നീറ്റല്ലെന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞത് പാറ്റകളുടെ തുടർന്നുള്ള ദില്ലിയിലെ ജീവിതം നരകമാക്കും. കാരണം ദില്ലിയുടെ പ്രാന്തപ്രദേശങ്ങളിലെ മാത്രം ദേശസ്നേഹികൾ വന്നാൽ മതി ഇവരെ തൂത്തെറിയാൻ. എന്തായാലും എല്ലാ ദേശദ്രോഹികളുടെയും ഗ്യാങ് ഒരിടത്ത് എത്തിക്കഴിഞ്ഞു. ഇനിയാണ് ഡോവൽ സാബിന്റെ റോള്. അയാൾ ആരാണെന്നറിയാമല്ലോ. കാശ്മീരിലെ ധാരാവി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച് അതേ ഡോവൽ സാബിന് പാറ്റകളെ ചുറ്റി വന്ന ഈ തീവ്രവാദികളെ ഹിറ്റടിക്കാൻ അധിക നേരമൊന്നും ആവശ്യമില്ല. ഒരിക്കൽ കൂടി പറയുന്നു, മോദിജി ജൂലൈ 24 മുതൽ മഹാത്മാഗാന്ധി പഠനം നിർത്തുകയാണ്. അതിനാൽ പൊന്നു മലയാളി കൊത്തുതിരിപ്പുകാർ അടുത്ത ട്രെയിനിൽ കേരളം പിടിച്ചാൽ തടി രക്ഷിക്കാം. അപ്പോൾ ശരി, മോദിജി തുടരും യോഗിയുടെ വരവ് വരേക്കും. ഭാരതത്തെ കഷ്ണമാക്കാൻ ഇനി കുറെ ജന്മങ്ങൾ കൂടി പപ്പുവിന് വേണ്ടിവരും.